പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ 9 ശനിയാഴ്ച. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഉശിരോടുകൂടി ഉണർവോടുകൂടിയും ഊഷ്മളമായിട്ട് ഈ ഉഷസ്സിനെ അങ്ങ് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് എതിരേൽക്കുകയാണ് കർത്താവിൻ്റെ നാമത്തിൽ. പ്രത്യക്ഷ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ കൃപയിലേക്ക് കടന്നു വരാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം ഓർത്ത്, അതായത് നവംബർ 9 ശനിയാഴ്ചത്തെ ഇന്നത്തെ നിയോഗം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. സഞ്ചാരം, നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ കണ്ടുമുട്ടലുകൾ, നിങ്ങളുടെ ഇടപാടുകൾ, വിനിമയങ്ങൾ, സംരംഭങ്ങൾ, ജീവിതമാർഗങ്ങൾ, അതിൻ്റെ അവസ്ഥകൾ, കുടുംബജീവിതത്തിൻ്റെ അവസ്ഥകൾ ഒക്കെ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദ്വാദശ വേളയിലാണ് അമ്മ ഈ പ്രാർത്ഥന തന്നത്. പണ്ട് അമ്മ ഒരു പ്രാർത്ഥന തന്നായിരുന്നു, കുഞ്ഞു പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അത് വീണ്ടും ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ആ കുഞ്ഞു പ്രത്യക്ഷ പ്രാർത്ഥനയിലൂടെ ആണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കണ വലിയ ലോകസുവിശേഷം നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വിസ്ഫോടനാത്മകമായ വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. ഈ പ്രാർത്ഥന, അനുദിന പ്രാർത്ഥന പങ്കെടുക്കുന്നവരുടെ ജീവിതത്തിനെ. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുക, മറ്റോട് പറയുകയും ചെയ്യണം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഇന്നത്തെ മുഴുവൻ ആവശ്യങ്ങളെ കർത്താവെ, സൂര്യൻ ഉദിച്ചുയരുമ്പോൾ കർത്താവ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും ഉണരുന്നത് പോലെ ഈ ദിവസം അങ്ങയോടുകൂടെ ഉണർന്ന് അങ്ങയോടുകൂടെ സഞ്ചരിച്ച് അങ്ങയുടെ കൂടെ തിരിച്ച് ഞങ്ങളുടെ ഭവനങ്ങളിൽ എത്തുന്നവരെയുള്ള എല്ലാ സമയങ്ങളും നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും, ഇനി വിദേശങ്ങളിൽ പോകാനുണ്ടെങ്കിൽ മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും
സംരക്ഷണവും നിങ്ങളെ നിലനിർത്തട്ടെ, സംരക്ഷിക്കട്ടെ. കർത്താവെ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, കർത്താവെ അണിപ്രതാടുന്ന അത്ഭുതകരം, കർത്താവെ എല്ലാ മകനെയും മകളെയും സ്പർശിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഈശോയെ. പ്രത്യേകം പീഡ അനുഭവിക്കുന്നവർ, അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. വിശ്വസിക്കാൻ പറ്റാത്തവരുണ്ട്, ഗ്രിപ്പ് കിട്ടാതെ വഴുക്കലുള്ള സ്ഥലത്ത് നിൽക്കുന്നവരുണ്ട് ഈശോയെ. അങ്ങനെ തന്നെ 71 സങ്കീർത്തനത്തിൽ 18 ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. ഈ പരീക്ഷണത്തിൻ്റെ കാലഘട്ടത്തിൽ ചുവടിറക്കാതെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള എല്ലാവരെയും കർത്താവെ അവരുടെ അനുഭവങ്ങൾ കൊണ്ടും അവർക്ക് ആവശ്യമായ ബോധ്യങ്ങൾ കിട്ടാതിരുന്നത് കൊണ്ടും പലരും ദൈവത്തെ വിശ്വസിക്കാൻ പറ്റാത്തതുണ്ട്. അവരെ ഞങ്ങൾ പ്രത്യേകം ഓർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവരെ നീ ആശീർവദിക്കുക, അവർക്ക് അടയാളം നൽകി അവരെ ബോധ്യങ്ങളിലേക്ക് നയിച്ച് അവരെ നിൻ്റെ നാമത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ഭർത്താക്കളും സാക്ഷികളും സുവിശേഷത്തിൻ്റെ വലിയ പ്രചാരമായി അവരെ മാറ്റാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ. നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഖണ്ഡങ്ങൾ, രോഗങ്ങളുള്ളവരെ കർത്താവെ നീ സുഖപ്പെടുത്തണമേ. അതുപോലെ തന്നെ മനഭാരമുള്ളവരെ, ഭാരങ്ങളെ കർത്താവ് അധ്വാനിക്കുന്നവർ ഭാരം വഹിക്കുന്നതിനിടയ്ക്ക് വരികയെന്ന് 11:28 മത്തായി സുവിശേഷം അങ്ങ് പറഞ്ഞിട്ടുള്ള ഈശോയെ. അങ്ങനെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഭാരം വഹിക്കുന്നവരുടെ ഭാരങ്ങളെ കർത്താവ് അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് സാക്ഷ്യം പറയാനുള്ള അടയാളങ്ങൾ നൽകിക്കൊണ്ട് കർത്താവെ ദൈവത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നവംബർ 9 ശനിയാഴ്ച ഇന്ന് നിങ്ങളുടെ എല്ലാ ജീവിത മണ്ഡലങ്ങളും കർത്താവ് സ്പർശിക്കട്ടെ. നിങ്ങളുടെ യാത്രകൾ, സഞ്ചാരങ്ങൾ, വിനിമയങ്ങൾ, അതുപോലെ എല്ലാ മേഖലകളിലും കർത്താവ് നിറഞ്ഞു നിൽക്കട്ടെ. അടയാളങ്ങൾ കൊണ്ടുകൊണ്ട് കർത്താവ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വചനങ്ങളെ സ്ഥിരീകരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ ആവശ്യിക്കട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ബ്ലെസ്ഡ്. മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട, ഇന്ന് നമ്മൾ വായിക്കുന്ന വചനം പ്രഭാഷകനാണ്. പ്രഭാഷകൻ 36 വാക്യം. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. അതായത് ഈ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ളതാണ് എന്താണ് ഈ സമയത്തെ ത്വരിപ്പിക്കുക, ടൈം ഷോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു കാലത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായി, അത് ഷോർട്ട് ടൈമിൽ ഹീലാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യം എന്താണ്? അത് വാഗ്ദാനത്തിലുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് വർഷങ്ങളുടെ ജോലി കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് ജീവിത പങ്കാളി കിട്ടണില്ല, അതിന് ടൈം ഷോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എന്താ കാര്യം? അത് വാഗ്ദാനത്തിലുള്ളതാണ്. പിന്നെ ടൈം ഷോർട്ട് ചെയ്യുമ്പോൾ അതാണ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ടൈം ഷോർട്ടനിങ് ആണ്, സമയച്ചുരുക്കമെന്ന് പറയും. അത് സമയച്ചുരുക്കുമ്പോൾ എപ്പോഴാണ് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാക്ക് അടുത്ത വചനം ഒന്നുകൂടി വായിച്ചേ. അതായത് വായിച്ചോളൂ. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. അതാണ് പ്രശ്നം. ഈ സമയത്തെ ത്വരിപ്പിക്കുന്നതിനുള്ള മാർഗം എന്താണ്? അങ്ങയുടെ മഹത്വപൂർണമായ പ്രവർത്തനങ്ങൾ ജനം പ്രകീർത്തിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവെ എൻ്റെ ജീവിതത്തിൽ നീ പ്രവർത്തിക്കുന്ന വിഷയങ്ങൾ എന്നിലൂടെ നീ മഹത്വപ്പെടണം. അത് ഞാൻ സാക്ഷ്യപ്പെടുത്തി കഴിയുമ്പോൾ നീ ജനങ്ങളുടെ ഇടയിൽ മഹത്വപ്പെടും. അപ്പം ദൈവത്തെ ജനങ്ങളുടെ ഇടയിൽ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്റെ ടൈം ഷോർട്ട് ചെയ്ത് വരും. അത് നീ പ്രാർത്ഥിക്കണം. അപ്പം നിനക്ക് കാര്യം നടക്കേണ്ട, കല്യാണം നടക്കണില്ല, എനിക്ക് മക്കളുണ്ടാകുന്നില്ല, എൻ്റെ ജോലി താമസിക്കണം എന്നല്ല പറയേണ്ടത്. കർത്താവ്, ഈ സമയം ചുരുക്കാൻ വേണ്ടി ഞാൻ നിന്നെ ജനതകളുടെ ഇടയിൽ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കും. എന്നിട്ട് നിങ്ങൾ മറ്റു മനുഷ്യർ എന്ത് പറഞ്ഞാലും ശരി, ദൈവത്തെ മറ്റുള്ളവർക്ക് കൈമാറാനും ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വപൂർണ്ണമാക്കാനും വേണ്ടി നീ നടപടി തുടങ്ങിക്കോ. എപ്പോഴും ടൈം ഷോർട്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ മതി. ഇത് വലിയൊരു കീ വേർഡാണ്, താക്കോൽ വാക്കാണ്. നിനക്ക് നടക്കണില്ലെന്ന് വീട്ടിൽ കുത്തിരിക്കണേ. എന്നിട്ട് ഞാൻ എല്ലാ പള്ളിയും പോയി എല്ലാ ദൈവത്തെയും വിളിച്ചത്. നീ എന്ത് ദൈവത്തെ വിളിച്ചു? നീ ഓരോ ദൈവത്തെയും വിളിച്ചില്ല. വിളിച്ച് കാണും, പക്ഷേ വിളിക്കേണ്ട പോലെ വിളിച്ചില്ല. വിളിക്കേണ്ട പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നീ ഓർക്കണം, നിന്നെ ഒരാളെ രക്ഷപ്പെടുത്തിയ ദൈവത്തിന് എന്താ പ്രയോജനം? അത് നീ ചിന്തിക്കണ്ടേ. ചുമ്മാ മനുഷ്യരോട് ചിന്തിച്ചാൽ പോലും അത് സിങ്കാവുമല്ലോ. നിന്നെ ഒരാളുടെ കാര്യം നിറവേറ്റിയതുകൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? അപ്പോൾ ആദ്യം തന്നെ ദൈവത്തിൻ്റെ ഭാഗമെടുത്ത് മാറ്റണം. ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ജീവിതം തുടങ്ങിക്കഴിയുമ്പോൾ ദൈവം വാഗ്ദാനം ടൈം ഷോർട്ടാക്കി തരും. ഓക്കെ? അപ്പോൾ ഇന്ന് മുതൽ ദൈവത്തിന് വേണ്ടി മറ്റ് മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നീ പ്രവർത്തിക്കാൻ തുടങ്ങുക. നിൻ്റെ നിറവേറാത്ത കാര്യങ്ങളെല്ലാം ദൈവം ഇന്ന് മുതൽ അതിൻ്റെ സമയം ചുരുക്കി തരും.
അങ്ങനെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.